ഇവനാണ് മോട്ടറോള 6999 രൂപയ്ക്ക് ഇറക്കിയിരിക്കുന്ന മോട്ടോ G04. ആക്ച്വലി ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കിട്ടും, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. സോ നിങ്ങളുടെ ബഡ്ജറ്റ് നല്ല ടൈറ്റ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ഫോണായിട്ട് കൊണ്ട് നടക്കാൻ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് മോട്ടോ G04. ബോക്സിൽ ഫോണുണ്ട് വിത്ത് TPU കേസ്. ഡോക്യുമെന്റ്സ് 10 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ 15 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഈ ഫോണിന്റെ എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഞാൻ 5 പോയിന്റ്സിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് റോ. ഫസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, വളരെ അട്രാക്റ്റീവ് ഡിസൈനിലും വളരെ അട്രാക്റ്റീവ് കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഓക്കെ, ബാക്കിൽ നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റുമുള്ള ഫ്രെയിം ഇല്ലേ, അതിലും സെയിം മാച്ചിങ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം ഫ്ലാറ്റ് ആയതുകൊണ്ട് ഫോണിന് ഒരു ബോക്സി ഫീൽ ആണ് കിട്ടുന്നത്. 5000 mAh ബാറ്ററി ഉണ്ടായിട്ടും നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. 150 ഗ്രാമിന്റെ താഴെയാണ് വെയിറ്റ്. ഓക്കെ, സോ തീർച്ചയായിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഫ്രാങ്ക്ലി 6999 രൂപയുടെ ഫോൺ ആണെന്ന് ഒരിക്കലും ഫീൽ ആവില്ല. പിന്നെ IP52 വാട്ടർ റിപ്പല്ലന്റ് റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ, 4 അട്രാക്റ്റീവ് കളർ ഓപ്ഷൻസ് ഉണ്ട്. കോൺകോർഡ് ബ്ലാക്ക്, സാറ്റിൻ ബ്ലൂ, സൺറൈസ് ഓറഞ്ച്. ഫൈനലി നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ ആണ് സീ ഗ്രീൻ. ഈ വീഡിയോയുടെ താഴെയുള്ള ബട്ടൺ ആണ് സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്പ്ലേ. സോ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ 6.6 ഇഞ്ച് സൈസ് ഉള്ള HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഈ പ്രൈസിൽ HD+ കിട്ടുള്ളൂ, ഫുൾ HD+ കിട്ടൂല. ഓക്കെ, എന്നാൽ ഈ ഡിസ്പ്ലേയുടെ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയിട്ട് തോന്നി. നമ്പർ 1 ആണ് 90 Hz റിഫ്രഷ് റേറ്റ്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിലും മോട്ടറോള ഈ ഒരു ഡിസ്പ്ലേക്ക് 90 Hz ആ ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്, ഇതിന്റെ ഫ്രണ്ടിൽ ആ പഴഞ്ചൻ U നോച്ച് അല്ലെങ്കിൽ V നോച്ച് അല്ല കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി മോഡേൺ ലുക്കിംഗ് പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസിൽ വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഓക്കെ, അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിനുള്ളിൽ ഇതാ കണ്ടില്ലേ, നോ ഇഷ്യൂസ്. ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെ ആണ്, ഇനഫ് ആണ്. ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യും. ഓക്കെ, ഫോണിന്റെ ടോപ്പിൽ ഹെഡ്ഫോൺ ജാക്കിന് വേണ്ടിയുള്ള സ്ലോട്ട് ഉണ്ട്. താഴെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സും വരുന്നുണ്ട്. തേർഡ് പോയിന്റ് ആണ് പെർഫോമൻസ്. യൂണി SoC T606 ചിപ്സെറ്റ് ആണ് വരുന്നത്. നിങ്ങൾ ഈ ഒരു ചിപ്സെറ്റ് ഇതിന് മുൻപ് കണ്ടു കാണും. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ വരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഓക്കെ, എന്നാൽ നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിൽ ബ്രാൻഡുകൾ ആ സ്ലോ സ്പീഡ് ഉള്ള eMMC 5.1 സ്റ്റോറേജ് ആണ് തരാറുള്ളത്. എന്നാൽ മോട്ടറോള ഈ ഒരു ഫോണിലും UFS 2.2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് വിത്ത് LPDDR4X RAM. അതുകൊണ്ട് തന്നെ നോർമൽ ഡേ ടു ഡേ യൂസ് ഉണ്ടല്ലോ, വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക്, യൂട്യൂബ്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ 90 Hz ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്തായാലും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ, ഈ ഫോണിലും മോട്ടറോള ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 14 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈയിടെ കണ്ട ഓണറുടെ പുതിയ ഫോൺ ആണെങ്കിലും റെഡ്മി നോട്ട് 13 Pro സീരീസ് ആണെങ്കിലും അതിലെല്ലാം Android 13 ആണ് തന്നത്. ഇവിടെ ലേറ്റസ്റ്റ് Android 14 കൊടുത്തിട്ടുണ്ട്. യെസ്, ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ 2 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടറോള പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ചില പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സും പിന്നെ ആ ഗെയിം ഹബ് ആൻഡ് എന്റർടൈൻമെന്റ് ഹബ് പോലുള്ള കലാപരിപാടികളൊക്കെ മോട്ടറോ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ദാ ഇങ്ങനെ എടുത്ത് കളയേണ്ടി വരും. ഫോർത്ത് പോയിന്റ് ആണ് ക്യാമറ. സോ ബാക്കിൽ 15 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇതൊരു എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ക്ലോസ് വിസ്താരം അല്ലെങ്കിൽ അനാലിസിസ് ഒന്നും ചെയ്യുന്നില്ല. പോർട്രേറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ് ആക്ച്വലി. നമ്മൾ ഈ ഒരു പ്രൈസിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഡീസന്റ് ഫോട്ടോ, സെൽഫി, വീഡിയോ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ജഡ്ജ് ചെയ്യാം. സോ ഇതാണ് ഈ ഫോണിന്റെ സെൽഫി വീഡിയോ പെർഫോമൻസ്. ഓക്കെ, സോ എന്റെ ഫ്രണ്ടിൽ സ്റ്റുഡിയോ ലൈറ്റ്സ് ഉണ്ട്. സോ അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. 1080p ആണ് റെസൊല്യൂഷൻ. സോ ഇതാണ് ഈ ഫോണിന്റെ 16 മെഗാ പിക്സൽ റിയർ ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 1080p വീഡിയോ റെസൊല്യൂഷൻ. ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ പെർഫോമൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ക്യാമറ പെർഫോമൻസ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഫിഫ്ത്ത് പോയിന്റ് ആണ് ഈ ഫോണിൽ വരുന്ന ചില എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഷേക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് കത്തുന്ന ഫീച്ചർ, പിന്നെ 3 ഫിംഗർ പിടിച്ച് ഇങ്ങനെ പ്രസന്റ് ഹോൾഡ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ ലിസ്റ്റ് കാണിക്കുന്ന ഈ ഒരു സൈഡ് ബാറിന്റെ ഫീച്ചർ. 2+1 സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ 1 TB വരെ സൈസ് ഉള്ള SD കാർഡ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. FM റേഡിയോയുടെ ഫീച്ചർ ഉണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 GHz ആൻഡ് 2.4 GHz വൈഫൈ ബാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ് ഈ പ്രൈസ് പോയിന്റിൽ. പിന്നെ ഇതൊരു 5G ഫോൺ അല്ല, 4G ഫോൺ ആണ്. ഓക്കെ, ഈ പ്രൈസിൽ 4G ഫോണേ വരാറുള്ളൂ. ഈ ഫോണിന്റെ 4GB 64GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 6999 രൂപ. 8GB 128GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 7999 രൂപ. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് 750 രൂപയുടെ. സോ നിങ്ങൾ നിങ്ങളുടെ പഴയ ഫോൺ എക്സ്ചേഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ 750 rupees കൂടുതൽ നിങ്ങൾക്ക് ബോണസ് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഒരു റിലയൻസ് ജിയോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറെ എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, വായിച്ചു നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഈ ഓഫറുകൾ ഈടാക്കുക. ഓക്കെ, നമ്മൾ പൊതുവെ ഈ പ്രൈസിൽ പ്രതീക്ഷിക്കാത്ത പല ഫീച്ചേഴ്സും, ഫോർ എക്സാമ്പിൾ അട്രാക്റ്റീവ്
അട്രാക്റ്റീവ് ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആണെങ്കിലും 90 ഹെർട്സിന്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ, UFS 2.2 സ്റ്റോറേജ്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14, സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.